Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. പെട്ടെന്ന് വിളിച്ചിട്ട് അറിയോ മാഡം, ഞാൻ ചെമ്പൻ വിനോദ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, പറഞ്ഞു ചേട്ടാ. ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ ചെയ്തത് നല്ലതായിരുന്നു ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇപ്പം കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇരട്ടയിലെ ഇതാ SP ആണെങ്കിൽ കൂടെ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് ലൈക്ക് ഞാൻ പറഞ്ഞ കാര്യവും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത് നന്നാക്കായിരുന്നു കുറച്ചും കൂടി. SP ആണെങ്കിൽ തന്നെ ഞാനായിട്ടൊരു ബന്ധമില്ല, അങ്ങനെ ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് എന്തെങ്കിലും പോലീസോ SIയോ അങ്ങനെ എന്തെങ്കിലും ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്ന് വെച്ചാൽ അത്ര ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രോ ലെവലൊന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ബേസ് അറിയാം. ചെറുപ്പത്തിൽ ഇതുപോലെ നാടകത്തിന് എന്നിട്ട് സാറിന് പുറത്താക്കി എന്തോ പൊക്കത്തിന്റെ കേസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, പക്ഷെ അന്ന് അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് സാറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ ചിലപ്പോ തനിക്കും ഭാവിയിലേക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും കൊണ്ടു അഭിനയിക്കാൻ ഇഷ്ടമാണ്, അത് ചെയ്യാൻ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷം, ഇതാണ് എനിക്ക് കൂടുതലും ഇതായത്. മിന്നൽ മുരളിയുടെ ചേച്ചിയായിട്ട് അറിയപ്പെടുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ പറയാ, ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തത് ആ മൂവി കൊണ്ടാണ്. ഈ മയൂരിലെ ക്യാരക്ടർ ആയിരുന്നു ലൈക്ക് ഇതുവരെ ചെയ്തതിൽ റെക്കഗ്നീഷൻ കിട്ടിയ കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാനും ഉണ്ടായിരുന്നത്. കഴിഞ്ഞാൽ മിന്നൽ മുരളിയിലെ ജെയ്സിന്റെ ചേച്ചി തന്നെയാണ്. ബേസിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിന്റെ മെയിൻ ക്വാളിറ്റി ആക്ടറിനെ ലൈക്ക് കംഫോർട്ട് ആക്കി വെക്കാം. അത് ഈ പറഞ്ഞ പോലെ ബേസിലിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും കൂൾ ആൻഡ് കാം മാത്രമല്ല കുറച്ച് ഫണ്ണിയും കൂടിയായിരിക്കും. ബേസിലിന്റെ ചിരി അത് വേറെ ആർക്കും അതുപോലെ ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദ ബ്യൂട്ടിഫുൾ ആര്യ സലീം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ ഇരട്ടി മധുരമായി ഇരട്ട ഓടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. സോ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ അകത്ത് SP സവിത സത്യൻ, പറയൂ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി? എങ്ങനത്തെ ക്യാരക്ടറാണ് സവിത? ലൈക്ക് എന്നെ സംബന്ധിച്ച് SP ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ട്, കാരണം ഇതുവരെ ഒരു നൈറ്റി ലൈക്ക് അല്ലെങ്കിൽ ഒരു സാരി അങ്ങനെ ഒരു വേഷം അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ പ്രാരാബ്ധം അങ്ങനെ ഉള്ള വേഷങ്ങളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മാറി SP ആയിട്ട് സീരിയസ്. യെസ്, മാത്രമല്ല ചാലഞ്ചിങ് എന്ന് പറയാൻ കാരണം കൂടുതലും ടെക്നിക്കൽ ഡയലോഗ്സ്, പിന്നെ ആ മാനറിസം കീപ്പ് ചെയ്യുക. ലൈക്ക് അതിന് കൂടുതലും പറഞ്ഞ പോലെ ഡയറക്ടർ രോഹിത്തും മാർട്ടിൻ ചേട്ടനും അങ്ങനെ എല്ലാ ADസും എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആകുമ്പോൾ SP ആണ് ലൈക്ക് കീപ്പ് ചെയ്യുന്നുള്ള ആ ഒരു സാധനം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ സിനിമയിൽ ഒരു കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഗ്രേഡ് കൂടി SP ആയി. സോ ആദ്യത്തെ സിനിമയിൽ നിന്ന് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് ആര്യയിൽ കാണുന്നത്? ആദ്യത്തെ സിനിമ ലൈക്ക് അത് ശരിക്കും ഞാനല്ലായിരുന്നു ആ ക്യാരക്ടർ ചെയ്യേണ്ടിരുന്നത്, വേറെ ആരോ ആയിരുന്നു. അത് അവർക്ക് എന്തോ പറ്റില്ല, അവർക്ക് കുറച്ചും കൂടി വലിയ റോൾസ് നോക്കുന്നതെന്നും പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞപ്പോൾ ഡയറക്ടർ എൻ്റെ സാറാണ്, സാറിൻ്റെ ശിഷ്യന്. അപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചതാണ് ഒരു റോള് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ അതിൽ എത്തിപ്പെട്ടതാണ്. ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചത് നടന്നതല്ല. അപ്പോൾ ആ ക്യാരക്ടർ കോൺസ്റ്റബിൾ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു SPയിലും കുറച്ചും കൂടി ഭയങ്കര ദേഷ്യക്കാരിയായിട്ടുള്ളൊരു കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ക്യാരക്ടർ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സവിത സത്യൻ എന്നുള്ള ക്യാരക്ടർ നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു ഇതുപോലെ ഒരു തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നു കോളേജിൽ, അതിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിയത്, സാറ് റെക്കമെൻഡ് ചെയ്തതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി ഫസ്റ്റ് സിനിമയിലേക്ക് എത്തിയത്? കോളേജിൽ നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഇപ്പോൾ കലോത്സവം നടക്കണം. അപ്പോൾ അതുപോലെ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിറ്റ് നാടകം അങ്ങനെ ട്രെയിൻ ചെയ്യിക്കാൻ വന്നതാണ് രതീഷ് സാറ് ലോഹിത സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ സാറ് പഠിപ്പിച്ചു. നമ്മൾ നാഷണൽ ലെവലിലൊക്കെ കോമ്പറ്റീഷന് പോയി, അവിടെ സെക്കൻഡ് നാഷണൽ ലെവലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാടകം ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ബ്രേക്കിന് ശേഷം സാറ് തൃശ്ശൂർ പേരൂർ ക്ലബ്ബ് എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേറെ ആൾ ചെയ്യാനിരുന്നതാണ്, ആൾ മാറിയപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് തടിയുണ്ട്. അപ്പോൾ അവർക്ക് ഇച്ചിരി തടിയുള്ള ഒരു പോലീസുകാരിനെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ എല്ലാ ആക്ടേഴ്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു, ഒരു പോലീസ് സ്റ്റേഷൻ സിറ്റുവേഷൻ.
അപ്പോൾ അവിടെ വെച്ച് ചെമ്പൻ ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ചെമ്പൻ ചേട്ടൻ നോട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു, തനിക്ക് ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തല്ല, ഞാൻ ഇങ്ങനെ അറിഞ്ഞു രതീഷിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തല്ലാതെ ലൈക്ക് സിനിമ സീരിയസ് ആയിട്ട് അഭിനയം കൊണ്ടുപോകാൻ തന്നെ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ് കുറച്ച്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ നമുക്ക് ഒരു കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി. ഓക്കെ നമുക്കൊരവസരം വരുമ്പോൾ നോക്കാമെന്ന് പോയി. കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മയോൻ്റെ ഓഡീഷൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട്, അറിയോ മാഡം ഞാൻ ചെമ്പൻ വിനോദ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ പറഞ്ഞു ചേട്ടാ. അപ്പോൾ ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, ഒന്ന് ഞാനാണ് അതിൽ നായകനായിട്ട് ചെയ്യണേ, താങ്കൾക്ക് പറ്റും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. പിന്നെന്താ, അപ്പോൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ മയോൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മയോളിൻ്റെ അകത്തുള്ള ആ റോള് സബീത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അതും ചെമ്പൻ ചേട്ടൻ്റെ കൂടെ. അത് മാത്രമല്ല ഡയറക്ടർ ലിജോ ജോസ് ചേട്ടൻ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഒരു ബിഗ് ഞാൻ പറഞ്ഞല്ലോ ഓഡീഷൻ, ആ ഓഡീഷൻ ആക്ച്വലി അവർ ഫസ്റ്റ് ചെയ്ത ഓഡീഷനിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ സാറ് പറഞ്ഞപ്പോഴാണ്, ലിജോ സാർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇല്ല, അവരാദ്യം ചെയ്തപ്പോൾ എനിക്കും തോന്നി, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഓഡീഷൻ വിളിച്ച്, അപ്പോൾ നമ്മുടെ ഫിലിമിലെ കുറച്ച് സീൻ തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു, ഒരു മോക്രൈ സിറ്റുവേഷൻ തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതങ്ങോട്ട് ചെയ്തു, അത് പൊളിച്ചു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഈ മയോലോട്ട് വന്ന പിന്നെ അവിടെ പിന്നെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പേരുള്ള ആ പാടി 1-2 കൊച്ചു സീൻസ് ഉള്ളു. ഇത് ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് ലൈക്ക് രാത്രിയൊക്കെ ഞാനിങ്ങനെ കൺവെൻഷൻ എല്ലാ അവർ ഷൂട്ട് ചെയ്യുന്നതും സാറിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതും ലൈക്ക് ആർട്ടിസ്റ്റിന് സാറ് ഹാൻഡിൽ ചെയ്യണ ഭയങ്കര സ്വീറ്റായിട്ടാണ്. നമുക്ക് ഒരു പ്രഷറും ഫീൽ ചെയ്യില്ല സാറിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ഒരു നല്ല ഡയറക്ടറിൻ്റെ മെയിൻ ക്വാളിറ്റി ഇതാണ്, നമ്മൾ ആർട്ടിസ്റ്റിനെ കംഫോർട്ടാക്കി വെക്കുക എന്നുള്ളത്. അത് എത്ര ചിലർക്ക് 40-ന് മുകളിൽ ടേക്ക് പോയവരുണ്ട്, പക്ഷെ സാർ അപ്പോഴും ആ ഒരു ടേക്കിന് വേണ്ടിയിട്ട് പിന്നെയും ഭയങ്കര പേഷ്യൻസാണ്. എന്താണ് നമുക്കെല്ലാം അറിയാം, ഓരോ സിനിമയിലും ഓരോ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ലിജോ ചേട്ടനുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠിച്ച കാര്യങ്ങൾ എന്താണ്? ഞാൻ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ ചെയ്തത് നല്ലതായിരുന്നു ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ലൈക്ക് അത് സാറിൻ്റെ സപ്പോർട്ട് അല്ല, നമ്മൾ ചെയ്തത് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആണ്, കീപ്പ് ചെയ്തോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, ഓക്കെ നമ്മൾ ചെയ്തോ ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ കീപ്പ് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനമാണ് അവിടെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മയോ ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടു നടന്നുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഡേ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ലൈക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എൻ്റെ മൈൻഡ് മൊത്തം ആ ടെക്നിക്കൽ സൈഡിൽ എല്ലാവരും നടന്നതും ആ ഷൂട്ടിൻ്റെ ലൈക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ശേഷവും ഞാൻ പിന്നെ രണ്ടാമതിരുന്ന് കാണുമ്പോഴാണ് എനിക്ക് പിന്നെയും ആ മൂവി എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റി. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തു, എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കഥാപാത്രം കുറച്ചുകൂടെ നന്നാക്കിയേക്കായിരിക്കുന്നു എന്ന് തോന്നുന്നത് ഏതാണ്? കഥാപാത്രം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഇരട്ടയിലെ SP ആണെങ്കിൽ കൂടെ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് ലൈക്ക് ഞാൻ പടം കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യവും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത് നന്നാക്കായിരുന്നു കുറച്ചും കൂടി. ലൈക്ക് അതിപ്പോൾ ഏത് മൂവി ആണെങ്കിലും ഈ മയോ ആണെങ്കിൽ കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഇന്നായിരുന്നു ചിലപ്പോൾ ബെറ്റർ ആകാം, പക്ഷെ പറയാൻ പറ്റില്ല. ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് അല്ലെങ്കിൽ ഇതാണ് ആര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും ഓപ്പോസിറ്റാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു അംശം ഉണ്ടെങ്കിലും ലൈക്ക് SP ആണെങ്കിൽ തന്നെ ഞാനായിട്ടൊരു ബന്ധമില്ല. ലൈക്ക് അങ്ങനെ ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. MFA ഇൻ പെയിൻറ്റിങ്ങിൽ എടുത്തിരിക്കുകയാണ്, അതേപോലെ തന്നെ ബോക്സിങ് ഒരുപാട് ഇഷ്ടമാണ്. സോ ഇതൊക്കെ ഒരു ലൈക്ക് ആർട്ടിസ്റ്റ് ആവും എന്ന പ്രതീക്ഷയോടെ ആണോ, അതോ എന്തായിരുന്നു ഞാൻ ഒരു MFA ഇൻ പെയിൻറ്റിങ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹം? MFA
ആദ്യം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് എന്തെങ്കിലും പോലീസോ SI അങ്ങനെ എന്തെങ്കിലും ആവണം എന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർട്ടൂൺസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ആനിമേഷൻ ഇതിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് RLVയിൽ ചേർന്നു. RLVയിൽ ചെയ്ത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും പെയിൻറ്റിങ്ങിനോട് ഇഷ്ടമായി. പിന്നെ ആനിമേഷൻ എന്നുള്ള സൈഡ് വിട്ടു. പിന്നെ കൂടുതലും പെയിൻറ്റിങ്സ് അത് വരയ്ക്കുന്നതിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്താം. പിന്നെ അതിൻ്റെ കൂടെ ഈ തിയേറ്ററും അങ്ങനെയായിരുന്നു. പിന്നെ അത് അത്ര വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഒരു 1.5 കൊല്ലം. ലൈക്ക് എനിക്ക് മാർഷൽ ആർട്ട് കളരി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ കളരി അവിടെ ആ ഏരിയയിൽ ഒന്നും അവൈലബിൾ അല്ല ക്ലാസ്സസ്. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ബ്രദറാണ് ജെഫ്രിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെഫ്രിൻ ഇങ്ങനെ സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ കിക്ക് ബോക്സിംഗ് ആണ് ലൈക്ക് സ്റ്റാർട്ടിങ്. അപ്പോൾ എനിക്കത് ഭയങ്കര ലൈക്ക് നമുക്കൊരു ഇഷ്ടം തോന്നുള്ളൂ, ഇത് ചെയ്യണം, ഇതാണ് എൻ്റെ സാധനത്താണ് ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിക്ക് ബോക്സിങ് പഠിക്കാൻ നിന്നു. ഇപ്പോൾ ഒരു 1.5 കൊല്ലം. എന്ന് വെച്ചാൽ അത്ര ഫൈറ്റ് ചെയ്യുമ്പോഴത്തിന് പ്രോ ലെവലൊന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ബേസ് അറിയാം. അങ്ങനെ ചെറുപ്പത്തിൽ എപ്പോഴേലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാനൊരു നടിയാവണം? അങ്ങനെയല്ല, അഭിനയം ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ലൈക്ക് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ലൈക്ക് മോണാക്റ്റും അങ്ങനെയൊക്കെ സ്കൂളിൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ ഒരു ചെറിയ ഒരു മോണാക്ട് പോലെ എഴുതി ഉണ്ടാക്കി കറക്റ്റ് 5 മിനിറ്റ് സെറ്റ് ചെയ്ത് അലാറം സെറ്റ് ചെയ്ത്. എന്നാൽ അത് വലിയ കഥയൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 7-ലോ 8-ലോ പഠിക്കുമ്പോൾ തോന്നുന്നു ചെയ്തു. എന്തോ കുറുത്തത്തിന് എനിക്ക് സെക്കൻഡ് കിട്ടി. നീ എന്ത് കാണിച്ചിട്ട് നിനക്ക് സെക്കൻഡ് കിട്ടി? അങ്ങനെ ആ സെയിം സാധനം പിന്നെ വേറെ നമ്മൾ ഈ കേരളോത്സവം എന്നും പറഞ്ഞിട്ട് ഗ്രാമപ്രദേശങ്ങളിലുണ്ടല്ലോ, അവിടെ ഇതുപോലെ ചെയ്തപ്പോൾ എൻ്റെ ഡാൻസ് ടീച്ചറെ കണ്ടിട്ട് ഓക്കെ നീ അഭിനയിക്കൂലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അഭിനയം വരുന്ന ഡാൻസ് പോർഷനൊക്കെ നമുക്ക് തരാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരിതാണ്. പിന്നെ ഇതുപോലെ നാടകം ഉണ്ടായിരുന്നു സ്കൂളിലെ. അപ്പോൾ ഇതുപോലെ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, സാറ് പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ നാടകത്തിന് എന്നിട്ട് സാറിന് പുറത്താക്കി, എന്തോ പൊക്കത്തിൻ്റെ കേസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് സാറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ ചിലപ്പോൾ തനിക്കും ഭാവിയിൽ ലൈക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും കൊണ്ടു ലൈക്ക് സാറ് പറഞ്ഞത് എന്തോ നടന്ന പോലെ അന്ന് ഞാൻ പോയി ഒരു വിഷമം തോന്നിയായിരുന്നെങ്കിലും, പക്ഷെ ഇപ്പോൾ തോന്നുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ലൈക്ക് മോണാക്ട് ആണെങ്കിലും അതാണെങ്കിലും ചെയ്യാൻ പിന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭാവിയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പ്രതീക്ഷിക്കാമോ? ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അത് എന്നെ കൊണ്ട് എടുത്താൽ പോകുന്ന മേഖലയല്ല. എന്നാലും ലൈക്ക് ട്രൈ ചെയ്യുമോ? ഷോർട്ട് ഫിലിം ലെവലിൽ, സിനിമ ലെവലിലൊന്നും വരുന്നു തോന്നുന്നില്ല. ലൈക്ക് എന്നാലും ഉള്ളിലുള്ള എന്തെങ്കിലും, ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങിലെ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം. ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ? ലൈക്ക് സ്ക്രീനിൽ കാണുന്നതിന് പകരം എന്താണ് ഇതിൽ കൂടുതൽ സന്തോഷം തരുന്നത്? റെക്കഗ്നിഷൻ ആണോ, അതോ എന്താണ് വൺ ആസ്പെക്ട് ദാറ്റ് യു ഫൗണ്ട് ഹാപ്പി അബൌട്ട്? എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അത് ചെയ്യാൻ ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ലൈക്ക് അതാണ് എനിക്ക് കൂടുതലും ഇതായത്. ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നു, ഇഷ്ടപ്പെട്ട കാര്യം കഷ്ടപ്പെട്ട് ചെയ്യാൻ നമുക്കൊരു ഇഷ്ടമുണ്ടോ, അതിന് എത്ര എഫേർട്ട് ഇടാൻ കുഴപ്പമില്ല. മറ്റു കാര്യം എന്താണെങ്കിലും നമ്മളിപ്പോൾ നമുക്കൊരു സാധനം ഇഷ്ടമില്ലെങ്കിൽ അത് എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താലും അത് കഷ്ടപ്പാട് തന്നെയാണ്. പറഞ്ഞ പോലെ എനിക്ക് ആക്ടിങ് എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഭയങ്കര പാഷനേറ്റ് ആണ്. അതിപ്പോൾ സിനിമ എന്നല്ല, ഇപ്പോൾ തിയേറ്റർ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അഭിനയം ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്ക് പല ആൾക്കാരാവാൻ പറ്റുന്ന അല്ല, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് ഒരു പോലീസ് മാത്രം ആവുന്നതിന് പല വേഷത്തിൽ ഇപ്പോൾ വക്കീലായി, ജേർണലിസ്റ്റായി, കോൺസ്റ്റബിളായി, SP ആയി, അമ്മയായി, ചേച്ചിയായി, അതെ സൂപ്പർ ഹീറോയുടെ ചേച്ചിയായി, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ സന്തോഷം എനിക്കത് ലൈക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ പുറത്തു പോകുമ്പോൾ നമ്മളെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? അങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ടോ ആര്യ സലീമാണോ?
അവിടെയാണ് ഒരു പ്രശ്നം. എന്നെ അങ്ങനെ ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാറില്ല. ആരെങ്കിലും ഒരാളെ റെക്കഗ്നൈസ് ചെയ്താൽ ലൈക്ക് ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നോക്കും. അപ്പോൾ അവർക്ക് തന്നെ ഡൗട്ട് അല്ലേ എന്നുള്ളൊരു ഡൗട്ടാണ് അവർക്ക്. ഞാൻ ലൈക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഫസ്റ്റ് തമാശ എനിക്ക് തോന്നുന്നു ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരോ കണ്ടിട്ട് ഞാൻ എന്തോ മെട്രോ ഇറങ്ങിപ്പോൾ നേരത്തെ ഫസ്റ്റ് ടൈം ഒരാൾ എന്നോട് ചോദിക്കുന്നത് തമാശയിൽ പരിചയം. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ അങ്ങനെ ഇത് ഏത് മനുഷ്യന് ടി വി വന്നതിന് ശേഷം എനിക്കാണ് ഇപ്പൊ തലേന്ന് കണ്ടു പിറ്റേ ദിവസം എന്നെ കാണുന്നു അപ്പൊ അങ്ങനെ മനസ്സിലായതായിരിക്കാം. ഞാനിങ്ങനെ നോക്കി അപ്പൊ പുള്ളിക്ക് ഡൗട്ട് ഇനി ഞാൻ തന്നെയാണോന്ന്. ഞാൻ തന്നെയാ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഇതെന്തായാലും ചേച്ചി അയാൾ വണ്ടടിക്കുന്ന ചേച്ചിയാണല്ലോ വണ്ടടിച്ചെന്ന് എൻ്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ലൈക്ക് എന്നെ ആരെങ്കിലും തിരിച്ചറിയുമ്പോൾ എനിക്ക് ലൈക്ക് അത്ഭുതമാണ്. തിരിച്ചറിഞ്ഞല്ലോ ലൈക്ക് എങ്ങനെ മനസ്സിലായി മോസ്റ്റ് ഇപ്പൊ ഇത്രയും കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇപ്പൊ മിന്നൽ മുരളിയുടെ ചേച്ചിയായിട്ട്. എനിക്ക് മിന്നൽ മുരളി വന്നതിന് ശേഷമാണ് പിന്നെയും ആൾക്കാർക്ക് എവിടെയോ കണ്ടൊരു എവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെല്ലാണെങ്കിൽ ചേച്ചി വല്ല ടിക്ടോക്ക് ചെയ്യാറുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചേച്ചിയുടെ ഞാൻ റീൽ ചെയ്യാറില്ല. ഇല്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നീ മിന്നൽ മുരളി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ടായില്ലാരാ. ഞാൻ പറഞ്ഞിങ്ങനെ മിന്നൽ മുരളിയുടെ ചേച്ചി. പിന്നെ ആ ചേച്ചിയൊന്നുമല്ല ആ ഒരു സീൻ. ഇപ്പം നമ്മളിപ്പോൾ ഈ വേഷത്തിലോ അല്ലെങ്കിൽ വേറെ വേഷത്തിൽ പോകുമ്പോൾ അവർ ആ നൈറ്റ് ഇട്ട ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്തോഷമുണ്ടോ അതോ എന്താ തോന്നാറ്? തിരിച്ചറിയാത്തതിൽ ലൈക്ക് ചിലർ പറയും ലൈക്ക് ആക്ടർ എന്നുള്ള പ്ലസ് പോയിന്റ് ആണ്. കാരണം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ ഉള്ളത്. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്. മിന്നൽ മുരളിയുടെ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ ഹീറോ എന്നറിയപ്പെടുന്ന മിന്നൽ മുരളി ചേച്ചിയായിട്ട് അറിയപ്പെടുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തത് ആ മൂവി കൊണ്ടുതന്നെ. കാരണം ഈ മയുള്ള ക്യാരക്ടർ ആയിരുന്നു ലൈക്ക് ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് റെക്കഗ്നിഷൻ കിട്ടിയ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ്. കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാനും ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ മിന്നൽ മുരളിയിലെ ജെയ്സിന്റെ ചേച്ചി തന്നെയാണ്. പക്ഷെ ആൾക്കാർ തിരിച്ചറിയുന്നതും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ റീച്ച് കിട്ടിയിരിക്കുന്ന മിന്നൽ മുരളിക്ക് എല്ലാ ഏജിലെ ആൾക്കാരുടെ കൂടുതലും കുട്ടികളാണ് മെയിനായിട്ട്. ലൈക്ക് അവർക്ക് ആണ് കൂടുതൽ എക്സൈറ്റ്മെന്റ്. ലൈക്ക് മിന്നൽ മുരളിയുടെ ചേച്ചി എന്ന് പറയുമ്പോൾ ലൈക്ക് ഞാൻ ക്ലാസ് എടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും അപ്പം ഇങ്ങനെ പറയും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു തന്നെ മിന്നൽ മുരളിയുടെ ചേച്ചിയാണ് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നത്. ഡാൻസ് ടീച്ചറാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. കുട്ടികളിലാണ് കൂടുതലും മിന്നൽ മുരളി. അതെ സൂപ്പർ ഹീറോ. ബേസിൽ ചേട്ടൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബേസിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടറിൻ്റെ മെയിൻ ക്വാളിറ്റി ആക്ടറിനെ ലൈക്ക് കംഫോർട്ടാക്കി വെക്കാം. അതീ പറഞ്ഞ പോലെ ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ലൈക്ക് നമ്മളൊരു കൂൾ ആൻഡ് കാം മാത്രമല്ല കുറച്ച് ഫണ്ണിയും കൂടിയായിരിക്കും. ബേസിലിൻ്റെ ചിരി അത് വേറെ ആർക്കും അതുപോലെ ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലൈക്ക് ആ ചിരി കണ്ടാൽ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. യെസ്. അപ്പോൾ ആര്യ പാട്ട് പാടും, ബോക്സിങ്, പെയിന്റിങ്, ആക്ടിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പോൾ ഒരു ആക്ടറിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് എന്നൊക്കെ പറയാൻ വേറെ ലെവലായി പോയി. ചെറുപ്പത്തിൽ കിട്ടിയോണ്ട് നമുക്കത് കൂട്ടാക്കല്ലോ. മോൺ ആക്ടേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ആക്ടറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എപ്പോഴേലും ലൈഫിൽ ഞാനൊരു വലിയ നടിയാവുമെന്ന് ലൈഫിൽ എപ്പോഴേലും വിചാരിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ നമ്മൾ ആക്ടർ ആവണം ലൈക്ക് അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. ലൈക്ക് അഭിനയം ലൈഫിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈക്ക് നമ്മളൊരു കവിത ലൈക്ക് ഒരു നൃത്തനാടകം ഈ മയോന് മുമ്പ് അതിന് വേണ്ടിയിട്ട് ലൈക്ക് അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കമ്പോസ് ചെയ്തിരുന്നു. ലൈക്ക് അഭിനയം അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും ലൈക്ക് അങ്ങനെ ചെയ്യണം. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റിനും നമ്മുടെ ഉള്ളിലും ഉണ്ട് ലൈക്ക് ലോകം അറിയുന്ന ആ ഒരു ലെവലിലോട്ട് എന്തെങ്കിലും എത്തിച്ചേരാൻ പറ്റണം. എന്തെങ്കിലും ആൾക്കാർ തിരിച്ചറിയുന്ന ലെവലിൽ കണ്ടു കഴിഞ്ഞത് ആര്യ സൽമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. തിരിച്ചറിയാൻ പറ്റുന്ന ലെവലിൽ എന്തെങ്കിലും എത്താൻ പറ്റണം. എല്ലാ ക്യാരക്ടേഴ്സിനാണ് ഒരു പ്രത്യേക എനർജി ഉണ്ട് ആര്യ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സിനും. അപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അത് ഒറ്റയ്ക്കാണോ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ ഇപ്പോൾ എന്ത് വർക്ക് വന്നാലും രതീഷ് സാറിനെ വിളിച്ച് ഞാൻ എങ്ങനെ പറയും എനിക്ക് ഇന്ന ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, നീ ചെയ്, എനിക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത് നീ ചെയ് എന്നെങ്ങനെ പറയും. ലൈക്ക്
സെലക്ഷൻ അങ്ങനെ ലൈക്ക് കൂടുതലും പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഇത് പറയുമ്പോൾ ഓക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. കുറേ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ആർട്ടിസ്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് തന്നെ പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ്. ശരിക്കും ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെ നോക്കുമ്പോൾ എല്ലാ ഒരു ആക്ടേഴ്സും വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപിടി ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ലിജോ സാറ്, ശ്യാം പ്രസാദ് സാറ്, ബേസിൽ സാനു ജോൺ വർഗീസ്, പറഞ്ഞ എല്ലാവരും പറഞ്ഞു ഞാൻ ആരെയും വിട്ടു പോകരുതല്ലോ. ശ്യാം സാറ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇന്ദു ആണെങ്കിലും പിന്നെ ശ്യാം എന്ന് പറഞ്ഞിട്ട് വേറൊരു കൊച്ചാൾ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടറാണ്. അവരെല്ലാവരും ആണെങ്കിലും ലൈക്ക് ഇപ്പോൾ ഞാൻ RDX ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും ലൈക്ക് ആരും ഒരു മോശം ഡയറക്ടേഴ്സ് ആരുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് എല്ലാവരും വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച ഇപ്പോൾ അപ്പൻ്റെ ഡയറക്ടർ മജുക, അങ്ങനെ കുറേ പേര് ഞാൻ ഓർത്തെടുത്ത് പറയണ്ടത്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എല്ലാ ആക്ടേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന എല്ലാവരുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം? ആക്ടർ ആണെങ്കിൽ ആക്ടർ, ഡയറക്ടർ? ഇല്ല, ആസ് ആൻ ആക്ട്രസ് എനിക്ക് കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. എന്നാൽ ഇനി എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്ന ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്താൽ കൊള്ളാം. എങ്ങനെയല്ലേ, എങ്ങനെയാണെങ്കിൽ അത്യാഗ്രഹമാണോന്ന് അറിയില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും എന്നെ കളിയാക്കുമായിരിക്കും. എനിക്ക് M. Night Shyamalan's മൂവിയിൽ എന്തെങ്കിലും ഒരു കാലത്ത് അഭിനയിക്കണം എന്നുള്ള ഒരു അതിയായ അത്യാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂവിലൂടെ അത് സാധിക്കട്ടെ. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരാൻ നല്ല പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ ഇംഗ്ലീഷിൽ അതിനുവേണ്ടി പറയുവാണ്, ഹോപ്പ് ദിസ് കംസ് ട്രൂ സം ഡേ. ആൻഡ് താങ്ക് യു സോ മച്ച് ആര്യ സലീം ഫോർ ജോയിനിങ് വിത്ത് അസ്. ആൻഡ് പറഞ്ഞ പോലെ ഇനിയും നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഇഷ്ടമുള്ള ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ് വാസ് ലവ്ലി ഹാവിങ് യു ഹിയർ. Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only.